ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാട്സപ്പിൽ വന്നിരിക്കുന്ന കുറച്ച് അപ്ഡേറ്റ്സുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വളരെ നല്ല അപ്ഡേറ്റ്സുകളെല്ലാമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്ക് എന്താണ് ഈ അപ്ഡേറ്റ്സ് എന്ന് നോക്കാം. ഇതിനായി ഞാനിപ്പോൾ ഇവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിൽ ആരെങ്കിലും എന്തെങ്കിലും പിക്ചറെല്ലാം നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് അയച്ചു എന്ന് കരുതുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു പിക്ചറെല്ലാം അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വന്നിരിക്കുന്ന ഈ ഒരു പിക്ചർ ഇത് നമുക്ക് മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ പുതിയ ഒരു ഓപ്ഷൻ കൂടി ലഭിക്കുന്നുണ്ട്. ഇത് എന്താണ് എന്ന് നോക്കാം. ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു പിക്ചർ സെലക്ട് ചെയ്ത് ഇത് ഫോർവേഡ് എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇവിടെ ഫോർവേഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നമുക്ക് വേണ്ട കോണ്ടാക്ട്സ് എല്ലാം ഇവിടെ സെലക്ട് ചെയ്യാം. എത്ര പേർക്കെല്ലാമാണ് നമുക്ക് ഇത് ഫോർവേഡ് ചെയ്യേണ്ടത്. അതിനുശേഷം ഇവിടെ വന്നിരിക്കുന്ന ഒരു ഓപ്ഷനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ താഴത്തായി ആഡ് എ മെസ്സേജ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോർവേഡ് ചെയ്യുന്ന ആ ഒരു പിക്ചറിൻ്റെ കൂടെ നമുക്കിപ്പോൾ നമ്മുടേതായ ഒരു മെസ്സേജ് കൂടി ഇതുകൂടി ആഡ് ചെയ്യാൻ സാധിക്കും. പലപ്പോഴും ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ഫോർവേഡ് ചെയ്യുമ്പോൾ ഈ ഒരു ഓപ്ഷൻ ഇത് തന്നിരിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഗുഡ് മോർണിംഗ് എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നു എന്ന് കരുതുക. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായി എന്തെങ്കിലും പറയാനെല്ലാം ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ ഈ കാര്യങ്ങളെല്ലാം ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒരു 10 ആൾക്കെല്ലാം നമ്മൾ ഇത് ഫോർവേഡ് ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇത് ഫോർവേഡ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇതുപോലെ നമ്മൾ ഫോർവേഡ് ചെയ്യുന്ന ഈ ഒരു പിക്ചറും അതിനോടൊപ്പം ഈ ഒരു മെസ്സേജും അവർക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് പേഴ്സണലൈസ് ചെയ്ത് നമുക്ക് മെസ്സേജ് എല്ലാം സെറ്റ് ചെയ്യാമെന്നതാണ്. ഇപ്പോൾ ഇത് ഫോർവേഡ് ചെയ്യുമ്പോൾ 10 പേർക്കെല്ലാമാണ് നിങ്ങൾ നേരത്തെ അയച്ചിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് എല്ലാം കൺവേ ചെയ്യണമെങ്കിൽ ആ ഫോർവേഡ് ചെയ്ത മെസ്സേജിൽ 10 ആളുടെയും ചാറ്റ് എല്ലാം ഓപ്പൺ ചെയ്ത് അവിടെ നിങ്ങൾക്ക് മെസ്സേജ് കൂടി കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടതായെല്ലാം വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് വരില്ല. നിങ്ങൾക്ക് ഇത്തരത്തിൽ ആർക്കെല്ലാമാണ് ഇത് ഫോർവേഡ് ചെയ്യേണ്ടത് അത് ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഫോർവേഡ് എന്ന് കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് അതുപോലെ ഇത്തരത്തിൽ ഈ ഫോർവേഡ് കൊടുക്കുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു മെസ്സേജ് കൂടി ഫോർവേഡ് ആയി കിട്ടും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇനി അടുത്തതായി വന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് വളരെ യൂസ്ഫുള്ളായ ഒരു ഓപ്ഷനാണ്. പലപ്പോഴും നമുക്ക് പല ഓപ്ഷൻസ്, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് വാൾപേപ്പർ എല്ലാം സെറ്റ് ചെയ്യണമെന്ന് കരുതുക. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ചാറ്റിൽ വാൾപേപ്പർ എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇങ്ങനെ സെറ്റിങ്സിൽ പോയതിനു ശേഷം ചാറ്റ് എന്നെടുത്ത് എവിടെയാണ് നമുക്ക് വാൾപേപ്പർ എന്നെല്ലാം നമ്മൾ സെർച്ച് ചെയ്യണം. ഇപ്പോൾ ഇവിടെ മുകളിൽ ചാറ്റ് വാൾപേപ്പർ എന്നെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഓരോ സെറ്റിങ്സിനുള്ളിലായി സബ് സെറ്റിംഗ് ആയിട്ടെല്ലാം ആയിരിക്കും ഇത്തരത്തിലുള്ള ഓപ്ഷൻ എല്ലാം കിടക്കുന്നത്. അതിനാൽ തന്നെ നിങ്ങൾക്ക് പലപ്പോഴും ഈ സെറ്റിങ്ങിൻ്റെ ഉള്ളിൽ ഏത് സെറ്റിങ്ങിലാണ് ഈ വാൾപേപ്പർ എന്നൊന്നും മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വരില്ല. എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചറിനെ കുറിച്ചെല്ലാം അറിയാമെങ്കിൽ വളരെ ഈസിയായി നമുക്ക് ഇവിടെ ഒന്നും പോകാതെ തന്നെ ഇതെല്ലാം സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനായി നമുക്ക് ഈ സെറ്റിങ്സിൽ ഇപ്പോൾ സെർച്ച് ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ജസ്റ്റ് വാൾപേപ്പർ എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് കാണാം ഇവിടെ ചാറ്റ് വാൾപേപ്പർ എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇങ്ങനെ ഓരോ ഓപ്ഷനും സെർച്ച് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ചാറ്റ് ബാക്കപ്പ് ചെയ്യണമെന്ന് കരുതുക. ഇങ്ങനെ ഈ ചാറ്റ് ബാക്കപ്പ് എന്ന് എനിക്ക് ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഓപ്ഷനിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ വാട്സപ്പിൻ്റെ സെറ്റിങ്സിൽ തന്നെ ഇങ്ങനെ നമ്മുടെ ഫീച്ചേഴ്സ് എല്ലാം തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഓപ്ഷൻസ് എല്ലാം തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു ഓപ്ഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഏറെ ഗുണം ചെയ്യുന്ന ഒരു ഫീച്ചർ തന്നെയാണിത്. കാരണം നമുക്ക് ഇതുപോലെ പ്രൈവസിയിലാണോ, അക്കൗണ്ട്സിലാണോ, നോട്ടിഫിക്കേഷനാണോ, ഇങ്ങനെ ഓരോന്ന് സെർച്ച് ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ള ഈ ഫീച്ചേഴ്സ് ഒന്നും തന്നെ നമ്മൾ പെട്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വേണ്ട കാര്യം ഇവിടെ ഇപ്പോൾ പേയ്മെൻറ്റ്സ് എന്നാണെങ്കിൽ ഇവിടെ പേയ്മെൻറ്റ്സ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഓപ്ഷൻ എല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ സ്ക്രീൻ ഷെയറിംഗ് ക്യാൻസൽ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കൂടി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. വളരെ യൂസ്ഫുള്ളായ ചെറിയ ചെറിയ മാറ്റങ്ങളെല്ലാമാണ് ഇപ്പോൾ വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു 100 ലൈക്ക് എല്ലാമാണ് പ്രതീക്ഷിക്കുന്നത്. പരമാവധി നിങ്ങൾ ലൈക്ക് എല്ലാം ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. താങ്ക്